സൈലം ലേണിംഗിന്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ്. അപ്പൊ എന്റെ മക്കളെ, ഇന്ന് ടീച്ചർക്ക് മക്കളോട് പറയാനുള്ളത് എന്താണ്? പ്രണാബേശിനെ പറ്റി എല്ലാവർക്കും അറിയല്ലേ? നമ്മുടെ 4ാം ക്ലാസ്സിലെ സൈലം ലേണിംഗിന്റെ പുതിയ ബാച്ചാണ്. ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? നമ്മുടെ 4ാം ക്ലാസ്സിലെ പാഠങ്ങൾക്കൊപ്പം LSSന്റെ ക്ലാസ്സും കൂടെ ഉണ്ട് അല്ലേ? അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാത്ത എല്ലാവരും ഇന്ന് തന്നെ ഈ നമ്പറിലേക്ക്, ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കണം. ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, മെന്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതിന്. അപ്പൊ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങളുടെ മെന്റേഴ്സ് എന്ന് പറയുന്നത് ഒരാളാണ്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കാൻ ആരുണ്ടാവും? നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടാവും, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ കേട്ടോ. എന്നിട്ട് അവര് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾ ടീച്ചേഴ്സ് കൃത്യസമയത്ത് തീർത്ത് തരികയും ചെയ്യും കേട്ടോ. അതുപോലെ ആപ്പ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, സ്റ്റഡി മെറ്റീരിയൽസ്, ഞങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് കിട്ടും. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? എല്ലാവരും പ്രാണ ബാച്ചിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ. ഈ നമ്പറിൽ വിളിക്കാം. ഓക്കെ. അപ്പൊ ടീച്ചർക്ക് ഇന്ന് പറയാനുള്ളത് ഓമനയുടെ ഓണം. നമുക്ക് ഇനി പഠിക്കാനുള്ള പാടാണല്ലേ ഓമനയുടെ ഓണം. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ കവിത ചൊല്ലിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കവിതയുടെ ആശയമൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? ഓരോരോ കാര്യങ്ങളും അറിയണ്ടേ? അപ്പൊ നമ്മൾ ഇന്ന് കവിതയുടെ ആശയമാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് കേട്ടോളൂ കേട്ടോ. അപ്പൊ മഞ്ഞക്കോടിയുമായന്നച്ഛൻ പൊന്നോണത്തിന് വരുമല്ലോ അല്ലെ? മഞ്ഞക്കോടിയുമായന്നച്ഛൻ പൊന്നോണത്തിനു വരുമല്ലോ, കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളി അണഞ്ഞല്ലോ എന്നാണ് ആദ്യത്തെ 4 വരി. പിന്നെയോ, മുറ്റം ചെത്തി വെടിപ്പാക്കേണം, പുത്തൻ പൂക്കളമെഴുതേണം, ഓണത്തപ്പനെ ഒത്ത നടുക്കായി ചാണം മെഴുകിയിരുത്തേണം. എന്താണ് പറയുന്നത്? ഓണത്തിന് പുത്തൻ മഞ്ഞ ഉടുപ്പുമായിട്ട് അച്ഛൻ വീട്ടിലേക്ക് വരും എന്നതാണ് നമ്മുടെ ഓമനക്കുട്ടിയുടെ ഏറ്റവും വലിയ സന്തോഷം. ഇതിൽ പറയുന്നുണ്ട് അല്ലേ, കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളി അണഞ്ഞല്ലോ എന്ന്. അതെന്താണ്? കർക്കിടക മാസത്തില് നല്ല മഴയായിരിക്കില്ലേ? കർക്കിടകത്തിലെ കാർമേഘങ്ങൾ മൂടിയ ആകാശത്ത് വെളിച്ചം കാവടി ഏന്തി എത്തുന്നത് പോലെയാണ് ഓമനയുടെ സ്വപ്നങ്ങൾ. ഓമന ഇങ്ങനെ ഓണത്തെക്കുറിച്ച് ഇങ്ങനെ സ്വപ്നം കാണുകയാണ് നമ്മുടെ കവിതയില്ലേ. ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ ഓമന എന്ന പെൺകുട്ടി. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്? മുറ്റം ചെത്തിയൊരുക്കണം. അതുപോലെ മുറ്റം ചെത്തിയൊരുക്കുക എന്ന് വെച്ചാല് നമ്മൾ ഓണക്കാലം ആവുമ്പോ നമുക്ക് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കുന്ന ഒരു ശീലം ഉണ്ട് അല്ലേ? നമ്മൾ വീട്ടിലൊന്ന് ചോദിച്ചാൽ അറിയാം. മുറ്റമൊക്കെ വൃത്തിയായും വെടുപ്പായിട്ടും വെക്കുക, അടിച്ചു വാരി നമ്മൾ പുല്ലൊക്കെ ചെത്തിക്കളഞ്ഞ് അങ്ങനെ ഒരു കൊണ്ട് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും ഇന്റർലോക്ക് ചെയ്ത മുറ്റമൊക്കെ ആയിരിക്കും അല്ലേ പലർക്കും. അപ്പൊ അതൊന്നും നടക്കില്ല. എങ്കിലും നല്ല വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കില്ലേ? അവിടെ എന്ത് ചെയ്യും? പൂക്കളം ഇടണം എന്ന് പറയുന്നു. അതുപോലെ ചാണകം എഴുതിയ തറയിൽ ഓണത്തപ്പനെ ഒത്ത നടുക്കായിട്ട് പ്രതിഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എന്താ അടുത്ത വരി? മഞ്ഞപ്പുടവയുടുക്കുമ്പോഴൻ ഭംഗി പറഞ്ഞാൽ തീരില്ല, തങ്കച്ചിറകു വിരുത്തി വരും ചെറു തുമ്പിക്കിത്രയും അഴകില്ല. എന്താണ്? നമുക്ക് അടുത്ത വരിയുടെ നോക്കല്ലേ. മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുത്തിക്കുകമയില്ല, കോളാമ്പിപ്പൂ ചാർത്തിടുമോണ കോടിയും ഇതിനോടു പറ്റില്ല. എന്താണ് പറയുന്നത്? അവളുടെ മനസ്സ് പിന്നെയും ആ മഞ്ഞ കോടിയിലേക്കൊക്കെ പോവുകയാണ്. മഞ്ഞ നിറത്തിലുള്ള ഓണപ്പുടവ ഉടുക്കുമ്പോൾ എന്താവുന്നാണ് പറയുന്നത്? തന്റെ സൗന്ദര്യം, തന്റെ ഭംഗി വർണ്ണിക്കാൻ കഴിയില്ല. തങ്കച്ചിറകുള്ള ആ തുമ്പി, പാറി വരുന്ന തുമ്പിക്ക് പോലും ഇത്ര ഭംഗി ഉണ്ടാവില്ല എന്നാണ് ആര് പറയുന്നത്? ആര് ചിന്തിക്കുന്നത്? ആ ഓമന പറയുന്നത് കേട്ടോ. അതുപോലെ പൊന്നിറമുള്ള മുത്തുക്കുടയേന്തി നിൽക്കുന്ന മുക്കുറ്റി കണ്ടിട്ടില്ലേ? നല്ല മഞ്ഞ നിറത്തിലാണല്ലേ, പൊന്നിന്റെ നിറമാണല്ലേ മുക്കുറ്റിക്ക്. പൊന്നിന്റെ നിറമുള്ള മുത്തുക്കുടയേന്തി നിൽക്കുന്ന നമ്മുടെ മുക്കുറ്റിക്കും കോളാമ്പിപ്പൂവാകുന്ന ഓണക്കോടി ചാർത്തി നിൽക്കുന്ന പ്രകൃതിക്കുമൊന്നും തന്റെ സൗന്ദര്യത്തിനൊപ്പം എത്താൻ പറ്റില്ല എന്ന് ആരോർക്കുകയാണ്? നമ്മുടെ ഓമന
ഓർക്കുകയാണ്. മനസ്സിലായോ? അതുപോലെ അടുത്ത വരി എന്താ? മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിൽ ഉരുളയുരുട്ടി തരുമച്ചൻ, കായ വറുത്തതു ഭരണിയിലാക്കി കലവറയിൽ വച്ചമ്മൂമ്മ. തന്റെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? തന്റെ കുഞ്ഞി കയ്യില് ഉരുള ഉരുട്ടി തരും അച്ഛന്. അതുപോലെ മുത്തശ്ശിയോ അമ്മൂമ്മയോ എന്താ ചെയ്യാ? കായ വറുത്തുപ്പേരി നമ്മൾ കഴിക്കാറില്ലേ അല്ലേ? ഓണത്തിന് സദ്യന്റെ കൂടെ നമ്മൾ കഴിക്കാറുണ്ടല്ലേ വറുത്തുപ്പേരിയും അതുപോലെ ശർക്കര ഉപ്പേരിയും ഒക്കെ. അതില് കായ വറുത്തിട്ട്, പച്ചക്കായ അല്ലെ, കായ വറുത്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? വറുത്തുപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പൊ കായ വറുത്തതൊക്കെ ഭരണിയിലാക്കി കലവറയിൽ വെക്കും നമ്മുടെ അമ്മൂമ്മ എന്നാണ് പറയുന്നത്. അതുപോലെ ഓണസദ്യയെ കുറിച്ച് ഓർക്കുമ്പോഴോ, ഓണസദ്യയതോർക്കും നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം, മാമൻ കെട്ടിത്തരുമല്ലോ കിളി മാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞാൽ. ഓണസദ്യയെ പറ്റി എനിക്ക് അങ്ങ് ഓർക്കാൻ പോലും വയ്യ. കാരണം എന്തു രുചിയായിരിക്കും. നാവില് കൊതിയൂറുന്ന പെരുവെള്ളം ഉണ്ടാകും. അത്രയ്ക്ക് രുചിയുള്ള ഓണസദ്യയെ പറ്റി എനിക്ക് ഓർക്കാൻ പോലും വയ്യ. പിന്നെയോ, മാമൻ എന്ത് ചെയ്യും? കിളിമാവിൻ കൊമ്പിൽ ഒരു പൊന്നൂഞ്ഞാല് കെട്ടിത്തരുമെന്നാണ് പറയുന്നത്. ദാ ചിത്രം കാണുന്നില്ലേ എന്റെ മക്കളെ? ചിത്രം നോക്കി ഓർത്ത് വെക്കാൻ നമുക്കില്ലേ. ഓണസദ്യയെ പറ്റി ഓർക്കുന്നേരം എന്താണ്? നാവിൽ കൊതിയൂറുന്ന പെരുവെള്ളം, അതായത് കൊതിയുടെ പെരുവെള്ളം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലെ? കൊതിയൂറും എന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങനെ വെള്ളാവൂലേ അല്ലെ? വായില് വെള്ളമൂറും എന്ന് പറയല്ലേ? അപ്പൊ സദ്യയെ പറ്റി ഓർക്കുമ്പോ വായിലിങ്ങനെ വെള്ളം വരും എന്നാണ് പറയുന്നത്. അതുപോലെ കിളിമാവിൻ കൊമ്പിൽ ആര് പൊന്നൂഞ്ഞാല് കെട്ടിത്തരുന്നാ പറയുന്നത്? മാമൻ പൊന്നൂഞ്ഞാൽ കെട്ടിത്തരും എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെയോ എന്താ പറയുന്നത്? ഇത് നമ്മുടെ അർത്ഥം തന്നെയാണ് കേട്ടോ. ഇത് തന്നെയാണ് ടീച്ചർ പറഞ്ഞത്. അച്ഛൻ മടിയിലിരുത്തി കുഞ്ഞിക്കൈകളില് ഉരുട്ടി കൊടുക്കുന്നതൊക്കെ. പിന്നെ എന്താ? ഊഞ്ഞാലിൽ ഇരുന്ന് ആടുമ്പോ പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വയ്ക്കേണം. തൊട്ടാവാടി തൊടിയിൽ നിന്നാണേ. തൊട്ടാവാടി തൊടിയിൽ കിളിയാം തൊട്ടു കളിച്ചു തകർക്കേണം. തൊട്ടാവാടിനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? തൊട്ടാവാടിനെ തൊടുമ്പോ എന്ത് ചെയ്യും? അങ്ങ് ഇങ്ങനെ ചമ്മിപ്പോവൂലേ? അപ്പൊ ഊഞ്ഞാലാടുമ്പോ പഠിച്ച പാട്ടുകളെല്ലാം ഓർത്തെടുത്ത് പാടണമെന്നും, അതുപോലെ തൊട്ടാവാടി തൊടിയിൽ പോയിട്ട് തട്ടു കളിച്ച് അതിന്റെ തട്ടൊക്കെ ഇങ്ങനെ തട്ടി ഇങ്ങനെ കളിക്കണം എന്ന്. തൊട്ടാവാടിനെ തൊട്ടിങ്ങനെ കളിച്ചതാക്കണം എന്നാണ് പറയുന്നത്. പിന്നെയോ, ശർക്കര മാവിൻ ചോട്ടിലോരോമൽ പച്ചില മെത്ത വിരിക്കേണം, മെത്തയിൽ അങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശി കഥ കേൾക്കേണം. എന്താണ് പറയുന്നത്? ശർക്കര മാവിൻ ചോട്ടിൽ എന്തുണ്ടാക്കണം? ഒരു പച്ചില മെത്ത ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. പച്ചില മെത്ത എന്ന് പറഞ്ഞാൽ എന്താ? പച്ചിലകൾ കൊണ്ട് മെത്ത ഉണ്ടാകും. ഇങ്ങനെ വിരിച്ചു വെച്ചിട്ട് കുറേ ഇലകൾ, പച്ച ഇലകളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എന്തുണ്ടാക്കണം? ഒരു പച്ചില മെത്ത ഉണ്ടാക്കണം. എന്നിട്ടോ ആ മെത്തയിൽ ഇങ്ങനെ ചാഞ്ഞു കിടന്ന് മുത്തശ്ശിയുടെ കഥ മുത്തശ്ശി കഥ കേൾക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കവിത ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ മനോഹരമായ കവിതയാണ്. കൂടുതൽ അർത്ഥം മനസ്സിലാവാത്ത വാക്കുകളൊന്നും ഇല്ലല്ലോ അല്ലേ? എല്ലാവർക്കും അർത്ഥമൊക്കെ മനസ്സിലായില്ലേ? അപ്പൊ കവിതയുടെ ആശയം എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഓണക്കാലത്തെ കുറിച്ച് ആരോർക്കുകയാണ്? നമ്മുടെ ഓമന ഓർക്കുകയാണ്. ഓമനയുടെ ഓണം എന്ന് പറയുന്ന കവിത ഇതാണ്. അപ്പൊ എന്റെ എല്ലാ മക്കളോടും ടീച്ചർ പറയാണ്, നിങ്ങൾ മിടുക്കന്മാരും ഓരോ ക്ലാസ്സുകൾ കാണണം. അതുപോലെ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ കാണണം. പിന്നെ ഇതുവരെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത എല്ലാവരും പ്രാണ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ്സിന്റെ ഭാഗമാകണം കേട്ടോ. അപ്പൊ ടീച്ചർ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ, ബൈ.